ലതീഷ്, മനുഷ്യനിർമ്മിതമാണ് ഈ അപകടം എന്ന് സർക്കാർ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ വീഴ്ച അങ്ങനെയാണെങ്കിൽ ആരിലേക്കാണ് പോകുന്നത്? സർക്കാരല്ലേ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഒന്നാമതായി ഉത്തരവാദിത്തപ്പെട്ടത്? ലതീഷ്, അത്തരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപകട മുഖത്ത് നിന്നുള്ള വിവരങ്ങൾ കൂടി ചേർത്താൽ. അജിംഷാദ്, ആ നിലയിലുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സർക്കാരിനുണ്ട് എന്ന് തീർച്ചയായും പറയേണ്ടതുണ്ട്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടക്കുന്ന സ്ഥലത്ത് സർക്കാർ പ്രതിനിധികൾ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പറയുന്നത് ശരിയാണെങ്കിൽ മണ്ണ് മാറ്റാനടക്കം ഈ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശം അവർ നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം സർക്കാർ സംവിധാനങ്ങൾക്കാണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള സംവിധാനങ്ങൾക്കാണ്. അത്തരമൊരു പരിശോധന ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് വേണം മന്ത്രിമാർ പറയുന്നത് പൂർണ്ണമായും ശരിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇവിടെ വന്ന് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തോതിലുള്ള മണ്ണ് ഇവിടെ നിന്നും ഒഴുകി താഴോട്ട് വന്നിട്ടുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് ശക്തമാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിലും ദുഷ്കരമാണ്. ചെളി നിറഞ്ഞ മണ്ണാണ്. NDRFിൻ്റെ സംഘമുണ്ട്, പോലീസുണ്ട്, അതേപോലെ തന്നെ ഫയർഫോഴ്സ് ടീമുണ്ട്. ഒപ്പം സന്നദ്ധ പ്രവർത്തകരായ ആളുകളും ഉൾപ്പെടെ ഈ തെരച്ചിലിൽ വലിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനത്തിൽ സജീവമായി തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. 7 പേർ കൽപ്പറ്റയിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇവരുടെ ആരോഗ്യനില അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കമ്പനി അധികൃതർ 18 പേർ എന്നൊക്കെ പറയുമ്പോഴും 15 പേരെങ്കിലും ഇവിടെ ഉണ്ടാകാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 7 പേർ ആശുപത്രിയിൽ, 4 പേരുടെ മൃതദേഹം ലഭിച്ചു. അങ്ങനെയെങ്കിൽ 4 പേരെ കൂടി ഇനിയും എന്തായാലും കണ്ടെത്താറുണ്ട് എന്നുള്ള നിലയിലുള്ള തിരച്ചിലാണ് ഈ പുരോഗമിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടിൻ്റെ പുറകുവശത്തേക്ക് ഉൾപ്പെടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ മുണ്ടക്കൈ ചൂരൽമല റോഡിലൂടെയാണ് ഈ മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് പതിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 11:15 കൂടിയാണ് ഈ അപകടം, ഈ ദുരന്തമുണ്ടായെന്നാണ് നാട്ടുകാരും അതേപോലെ തന്നെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുമെല്ലാം പറയുന്നത്. അതുമുതൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം ആ നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. മണ്ണ് ഒപ്പം ചളിയായ സാഹചര്യം, ഒപ്പം കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം, അതെല്ലാം ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ജിംഷാദ്, എന്തായാലും സാധ്യമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം ചൂരൽമലയിലേക്കുള്ള റോഡ് ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മണ്ണ് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഒപ്പം തെരച്ചിലും സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഈ കോൺക്രീറ്റ് ബ്രിഡ്ജ് ഉൾപ്പെടെ അല്ലെങ്കിൽ സ്ലാബ് ഈ കെട്ടി നിർത്തിയ ഭാഗം ഉൾപ്പെടെ ഇടിഞ്ഞ് താഴോട്ട് ഈ മണ്ണിനൊപ്പം, ഇവിടെ നിന്ന് മാറ്റിയിട്ട മണ്ണിനൊപ്പം താഴോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഇന്നും വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഈ അപകടം നടന്ന ശേഷമാണ് കോഴിക്കോട് ജില്ലയ്ക്കൊപ്പം വയനാട്ടിലും കൂടി റെഡ് അലേർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2-3 മണിക്കൂറായി വലിയ മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മുകളിൽ മഴ പെയ്തിട്ടും യെല്ലോ അലർട്ടിൽ നിന്നും റെഡ് അലർട്ട് ആക്കേണ്ടതായിരുന്നു. പക്ഷേ എന്നിട്ടും ദുരന്തം ഉണ്ടായി കഴിഞ്ഞാണ് റെഡ് അലർട്ട് വരുന്നത്. അലർട്ട് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. നല്ല ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് എടുക്കാനാകൂ, തദ്ദേശ വകുപ്പുകൾക്ക് എടുക്കാനാകൂ, അല്ലേ? തീർച്ചയായും ആ നിലയിൽ അലേർട്ടിൽ ഉൾപ്പെടെ വലിയ പ്രയാസം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന ശേഷമാണ് ഇവിടെ ഈ വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചൂരൽമലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട്. കുട്ടികളെ ഉൾപ്പെടെ NDRF സേന സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ പ്രദേശത്തേക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എളുപ്പമല്ല. ഈ JCB ഉപയോഗിച്ച് ടിപ്പർ ലോറികളിൽ മണ്ണ് ഈ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അതിപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും മണ്ണിനടിയിൽ ആളുകളുണ്ട് എന്നുള്ള നിലയിൽ തന്നെയുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്.